ഹലോ അസ്സാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണേ. അൽഹംദുലില്ലാഹ് ഞാനും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? അടിപൊളി നാടൻ റെസിപ്പികളുണ്ട് കേട്ടോ. ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നേരം വെളുത്ത് എണീറ്റ് വെക്കുക നമ്മളിതാ നമ്മളെ ഡ്യൂട്ടിയിലേക്ക് കടക്കും കേട്ടോ. അപ്പോൾ നേരം വെളുത്ത് സുബൈ നിസ്കരിച്ച് കുറച്ച് സമയം അവിടെ കിടക്കും. സ്കൂളൊന്നും ഇല്ലല്ലോ, ഫ്രീ അല്ല നമ്മൾ വീട്ടിലെ ഉമ്മമാരായാലും അമ്മമാരായാലും ഒക്കെ ഇപ്പോൾ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ കിടന്ന് നമ്മളിങ്ങനെ എണീറ്റ് വന്നാൽ പിന്നെ ടേബിൾ വന്ന് ഒരുപാട് സാധനങ്ങൾ പെറുക്കാണ്ടാവും. അതൊക്കെ പെറുക്കി അടുക്കളയിൽ കൊണ്ടുവെക്കും കേട്ടോ. ഒന്നല്ല, ഒരുപാട് ഗ്ലാസ്, ഇപ്പോൾ ചൂടല്ല, എത്രയോ വെള്ളം കുടിക്കുന്ന കുപ്പിയും ഗ്ലാസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല, വാരി വലിച്ചിട്ടതാട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ 2010 വാങ്ങിയ ഫ്രിഡ്ജ് 2025 നിലനിൽക്കണമെങ്കിൽ കുറച്ചൊരു കമ്മി തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരുപാട് നാളായിട്ടോ ഫ്രിഡ്ജ് കേടാണ്. അപ്പോൾ ഇങ്ങനെ നന്നാക്കിക്കും. അങ്ങനെ ആയപ്പോൾ ഫ്രിഡ്ജ് നന്നാക്കുന്നവൻ പറഞ്ഞു, നിങ്ങളിത് നന്നാക്കിക്കേണ്ട, നിങ്ങൾ പുതിയതൊന്നും വാങ്ങിക്കൊള്ളി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ EMI ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ പ്രശ്നമില്ല കേട്ടോ. 2000 ഉറുപ്യ അടവിട്ടിട്ട് ഒരു ഫ്രിഡ്ജ് അങ്ങോട്ട് വാങ്ങിയിട്ടോ. അപ്പം ആദ്യം നമ്മളെ ഫ്രിഡ്ജ് വേൾപൂൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ വേൾപൂൾ ഞാൻ നോക്കുമ്പോൾ നമ്മളെ റേറ്റിനനുസരിച്ചുള്ളൊരു വേൾപൂളിൻ്റെ ഫ്രിഡ്ജ് നോക്കുമ്പോൾ ഉള്ളിൽ ഇത്ര അങ്ങോട്ട് സൗകര്യം കാണില്ല കേട്ടോ. മിററിൻ്റെ ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ റെസ്റ്റും കാര്യമൊന്നും വരില്ല കേട്ടോ, ഡോറൊന്നും. അപ്പം നമ്മൾ ഫ്രിഡ്ജ് നോക്കാൻ പോയ വീഡിയോ ഒക്കെ എടുക്കേണ്ടിനും, പക്ഷേ എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ആണുങ്ങൾക്ക് അതൊന്നും ഇഷ്ടമല്ല. അതാകുമ്പോൾ നമ്മൾ പിന്നെ വീഡിയോ എടുത്ത് നിൽക്കലല്ലോ ശരി. അപ്പോൾ ഓരോ സ്വഭാവത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ജീവിതം എന്നും ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചൂടുകൊണ്ട് ഇപ്പോൾ ഫ്രിഡ്ജ് അല്ല നമ്മളെ ഫോണ് ഭയങ്കര ചൂടാവും കേട്ടോ. അതുകൊണ്ട് പിന്നെ എന്താ പറയുക, വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പുറത്ത് പോകുമ്പോഴേ. നമ്മളെ ഫോണ് ഭയങ്കര ചൂടായി ചാർജൊക്കെ ഒരുപാട് അങ്ങ് കുറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ് ഒരു ഫ്രിഡ്ജൊക്കെ കിട്ടിയിരിക്കണേ. അപ്പോൾ 24 മണിക്കൂർ ഓണാക്കിയിട്ടതിന് ശേഷം നല്ലോണം തുടച്ച് അതിലെ സ്റ്റിക്കറും കാര്യങ്ങളും കംപ്ലീറ്റ് പോക്കിയതിന് ശേഷം മാത്രമേ സാധനങ്ങൾ വെക്കാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേക ഓല് പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ LG ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പം 2 സ്റ്റാറേ ഉള്ളൂ കേട്ടോ. പിന്നെ 3 സ്റ്റാറും 5 സ്റ്റാറൊക്കെ കിട്ടണമെങ്കിൽ നല്ല എമൗണ്ട് കൊടുക്കണം. നല്ല നല്ല ഫ്രിഡ്ജുകളും കാര്യങ്ങളുണ്ട്. നമ്മളെ പേളിമാണിൻ്റെ ഫ്രിഡ്ജൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടോ, നെട്ടിപ്പോയി. സത്യം പറയുകയാണെങ്കിൽ എന്തോ ഒരു ഭംഗിയാണ്. നമുക്കൊരു അളമാരിയായിട്ട് യൂസ് ചെയ്യട്ടെ, അത്രയും രസം. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഫ്രിഡ്ജ് വാങ്ങാം. അപ്പോൾ ഇതിനെന്തായാലും ഒരു 27 രൂപ ആയിരിക്കും കേട്ടോ. EMI ആയതുകൊണ്ടാണ്. ക്രെഡിറ്റ് കാർഡ് ആകുമ്പം കുറച്ച് കുറയാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ 2000 ഉറുപ്യ അടവിട്ട് 10 മാസം അങ്ങോട്ട് അടക്കണം. 10 മാസമാണോ എനിക്കറിയില്ല കേട്ടോ, കണക്ക് കൂട്ടുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിതാ നല്ല മസാല ദോശ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒഴിവാക്കിയ സംഭവങ്ങളൊക്കെ വെച്ച് ഓരോന്നാക്കിയെടുക്കണം കേട്ടോ. അപ്പം മസാല ദോശക്ക് ദോശമാവൊക്കെ ഉപ്പൊക്കെ ഇട്ട് ഇവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതായി ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെന്താ പറയുക വലിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നന്നാക്കി വഴറ്റി കൊടുക്കട്ടോ. വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ അറിയുന്നവരും ഉണ്ടാവും, അറിയാത്തവരും ഉണ്ടാവില്ലേ. നമ്മളെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെറുതായി ഒന്ന് കാണിക്കുന്ന അത്രയും നിങ്ങൾ വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മതി, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. അപ്പോൾ നമ്മളെ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്ത് വന്നത് കുത്തി ഒടിച്ചിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മല്ലിയില വേണം അതിലേക്ക്, മസാല ദോശയിലേക്ക് മല്ലിയില നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ഫ്രിഡ്ജിൽ ഇപ്പോൾ മല്ലിയില ആവട്ടെ കറിവേപ്പിലാവട്ടെ ഒരു സംഭവങ്ങൾ നിൽക്കൂല കേട്ടോ, ഒക്കെ ഇങ്ങനെ വെള്ളം വന്നിട്ടൊക്കെ പാടിപ്പോവും. അപ്പോൾ ഫ്രിഡ്ജ് നല്ല ഫ്രിഡ്ജായിരുന്നു, ഒരുപാട് കാലം ഉപയോഗിച്ചിട്ടോ. നമ്മൾ വീട് പണിയുള്ള സമയത്ത് ഇങ്ങോട്ടിട്ട് ഒരുപാട് അങ്ങനെയൊക്കെ പോയിന് കേട്ടോ. എന്തായാലും അത് പോയി. ഇനിയിപ്പോൾ പുതിയത് നല്ലോണം നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയത് ഇപ്പോൾ വാഷറും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു സംഭവത്തിലായിട്ട് ഇറങ്ങുന്നത്. പണ്ട് അങ്ങനെയൊന്നും ഇല്ലേനല്ലോ. അപ്പോൾ എന്തായാലും പുതിയ ഫ്രിഡ്ജ് ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിതാ മസാല ദോശയൊക്കെ ചുറ്റിച്ചിട്ട് ഒന്ന് സിമ്മാക്കിയിട്ടതിന് ശേഷം നമുക്ക് വേറെയുള്ള പണികളൊന്നും ഒരുപാട് പണിയിട്ട് ഞായറാഴ്ച ആകുമ്പോൾ ഒരുപാട് പണികൾ തിരുമ്പാനൊക്കെ ഉണ്ടാവും. കാരണം കൃഷിക്ക് ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഇടുന്ന പഴയ ഡ്രസ്സ് മുതൽ ഓട്ടോറിക്ഷയിൽ വിരിക്കുന്നതും ഒക്കെ ഞായറാഴ്ച കേട്ടോ തിരുമ്പാനുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും മെഷീൻ തന്നെ ശരണം എന്ന് വിചാരിച്ചിട്ട് മെഷീനിലൊക്കെ വെള്ളം നിറച്ച് മെഷീനിലിടാനുള്ളതൊക്കെ മെഷീനിലിട്ടതിന് ശേഷം ഒക്കെ കറക്കിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് കല്ലുമ്മലും തിരുമ്പാണ്ട് നല്ല പുതിയ ഷർട്ട്, നല്ല മാക്സി, നല്ല ജീൻസ് ഒന്നും പോലും മെഷീനിലിടാൻ പറ്റൂല എന്ന് പറയട്ടോ. വാങ്ങി കൊണ്ടുവരുമ്പോൾ തന്നെ പറയും മെഷീനിലിടരുതേ എന്ന് പറയും. ഇന്നലെ ഉണ്ടിപ്പം പറയുന്നത് ഇനിയിപ്പം അടിയിലിടുന്ന നമ്മൾ ആണുങ്ങളിടുന്ന ബനിയനില്ലേ ഇന്നർ, അത് തീരെ മെഷീനിലിടരുത്, കൈ ഇങ്ങനെ വലിഞ്ഞു പോകുന്നു. അപ്പം ഞാൻ ചിന്തിക്കുക ഇനിയിപ്പോൾ ഇപ്പം മെഷീനിലിടുക. അപ്പോൾ കല്ലെന്നെ ശരണമല്ലേ. അപ്പം മോൻ ചാടിക്കാൻ വന്നപ്പോൾ മോനക്ക് ഇതാ ദോശയൊക്കെ ചുട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളെ ഫ്രിഡ്ജിൻ്റെ കമ്മി കൊണ്ടാണ് ഈ ക്യൂയിന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിന് കേട്ടോ, പുതിർത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന്. അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് കേട്ടോ, ദോശമാവിന് ടേസ്റ്റിനൊന്നും മാറ്റില്ല, എന്നാലും എന്തോ ഒരു മിസ്റ്റേക്ക്. അപ്പോൾ മസാല ഉള്ളിലൊന്നും വെക്കാൻ എനിക്ക് മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് വെച്ച് അതിലെടുക്കൊരു ചമ്മന്തിയൊക്കെ പൊടിച്ച്
മോനുള്ള ചായയൊക്കെ കൊടുത്ത് പിന്നെ എനിക്ക് ചൂടോടുക്ക ദോശ ഒന്നും ചുട്ട് തരാൻ ഇവിടെ ആരുമില്ല കേട്ടോ, മോളാണുള്ളത്. അപ്പം മോളടക്കട്ടെ. അപ്പോൾ എന്താ ഞാനൊരു 3 ദോശയൊക്കെ ചുട്ടട വെച്ച് നമ്മളകമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് ഒരുപാടായി തുടച്ചിട്ടൊക്കെ, അപ്പോൾ എന്തായാലും ഇന്നൊന്ന് ഞാനൊന്ന് തുടക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് നല്ലോണം ഒന്നൊക്കെ അടിച്ച് വാരി തുടയ്ക്കലും തിരുമ്പലും എല്ലാം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. അല്ലാണ്ട് എന്തോ ഒരു അസ്വസ്ഥത കേട്ടോ ശരീരത്തിന്, നമ്മൾ ഇളകാതെ ഇരിക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥതമായിട്ട് എനിക്ക് ഫീൽ ചെയ്യൽ കേട്ടോ. അപ്പോൾ പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെ മീൻകുട്ടന്മാർ ഞാൻ നമ്മളെ മീനിൻ്റെ അടുത്ത് ഈ അക്വേറിയത്തിൻ്റെ അടുത്തേക്ക് തുടക്കാനുള്ള വടിയായിട്ട് ചെല്ലുമ്പോഴേക്ക് തന്നെ ഓൾക്ക് ഫുഡ് കിട്ടണം കേട്ടോ. എന്താ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ മൃഗങ്ങളായാലും മീനിനെ വരായാലും പോറ്റുമ്പോൾ നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഞാനിങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്ക് തന്നെ ഇവരിങ്ങനെ തുള്ളി ചടുവൽക്കറിയ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൽക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് കുറേ നേരം ഓല് ഫുഡ് തിന്നണം നോക്കിക്കാൻ നല്ല രസമാട്ടോ. അപ്പോൾ നമ്മൾ കല്ലുമ്പോൾ തിരുമ്പാനുണ്ടല്ലോ അതൊക്കെ എടുത്ത് നമ്മൾ കല്ലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇതാ ഒക്കെ പുതിർത്തി വെക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് 2 കുത്തും 2 അടിയും കൊടുത്താൽ സംഭവം സെറ്റ് കേട്ടോ, തിരുമ്പലും കഴിയും. അപ്പോൾ ഇതാ നമ്മൾ തിരുമ്പുന്ന കല്ലിൻ്റെ അടുത്തുണ്ടല്ലോ ഒരു പയറ് വള്ളി ഉഷാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരു കീടങ്ങളോ ഒന്നുമില്ല. എന്താ വെച്ചാൽ തിരുമ്പുന്ന വെള്ളം തെറിക്കുന്നതുകൊണ്ട് സോപ്പിൻ്റെ വെള്ളമല്ല തെറിക്കുന്നത്. അപ്പോൾ കീടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇല പറിക്കാൻ എനിക്കൊരു ചടപ്പാണ് കേട്ടോ. എന്താ വെച്ചാൽ സോപ്പിൻ്റെ പദം അങ്ങനെ തെറിക്കുന്നതിനെ കൊണ്ട്. പക്ഷേ ഞാൻ കായൊക്കെ പറിച്ചെടുക്കും കേട്ടോ. അത് നല്ലോണം കുറേ സമയം വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ അവിടെ ഒരു കോവക്കൻ്റെ വള്ളി ഉഷാറായിട്ട് പോകുന്നുണ്ട്. നല്ലോണം ഇലയുണ്ട് കേട്ടോ. ഇല കാണുമ്പോൾ എനിക്ക് കൊതിയാവും. പക്ഷേ കായ് ഞാൻ 1-2 കിട്ടിയത് ഞാൻ പറിച്ച് തിരുമ്പുന്ന അവിടുന്ന് തന്നെ തിന്നാവും കേട്ടോ. അപ്പം ഇന്ന് കോരമീനാണ് കിട്ടിയത്, അത് പൊരിക്കാനാക്കിക്കുന്നത്. കുറച്ച് മുരിങ്ങൻ്റെ ഇല പറിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് റഷീക്ക ഫുഡിനില്ല, അവർക്കൊക്കെ കല്യാണം ഉണ്ട് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട്. ഞാനും മോളുള്ള അപ്പം ഞാൻ നാടൻ റെസിപ്പി കറികളൊന്നും ഇല്ലാതെ നാടൻ റെസിപ്പിൻ്റെ അടിപൊളിയായിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കുറ്റവും കുറവും പറഞ്ഞ് തീർന്നിട്ടില്ല കേട്ടോ. ഫ്രിഡ്ജിൽ തക്കാളി വെച്ചൊക്കെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ കേട് വന്ന തക്കാളിയൊക്കെ ഒഴിവാക്കി നല്ല തക്കാളിയൊക്കെ മുറിച്ചിട്ട് കുറച്ച് ചീരാപ്പറങ്കികൾ നല്ലോണം കുത്തി ചതച്ചെടുത്തിക്കണ്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി നമ്മളെ തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. നല്ല തക്കാളി വെള്ളം ഒഴിക്കാത്തൊരു മുളക് ഇട്ടതാട്ടോ ഉണ്ടാക്കുന്നത്. എന്തിനും വ്യത്യസ്തമായ ടേസ്റ്റ് ആണെങ്കിലും മന്തി ആയാലും ബിരിയാണി ആയാലും ഒന്നും നമ്മൾ ഇന്ന് കഴിച്ച് നാളേക്ക് നമുക്ക് മടുപ്പ് വരും. പക്ഷേ നമ്മളെ സാധാ ചോറ് ഇങ്ങനത്തെ എടുക്കാറി മുരിങ്ങത്താളിപ്പ് ഇതിനെ വെല്ലാൻ ഒരു സംഭവത്തിനും കഴിയില്ല. അപ്പം നല്ല അടിപൊളി മുളകും പൊടിയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചീരാമുളകല്ല ഇട്ട് കൊടുത്തതുകൊണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് നമ്മളെ മുരിങ്ങത്താളിപ്പ് ഉണ്ടാക്കാണ് കേട്ടോ. അപ്പം മുരിങ്ങത്താളിപ്പൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവരും ഉണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ അറിയാത്തവരുണ്ട്. നമ്മളിവിടെ അടുത്തുള്ള ചേച്ചി ഒരു ദിവസം ഞാൻ മത്തൻ്റെ ഇല പറിക്കുമ്പോഴും മുരിങ്ങൻ്റെ ഇല പറിക്കുമ്പോഴും എന്നോട് വെച്ചാൽ രണ്ടും കൂടെ എന്തിനാന്ന്. അപ്പോൾ ഞാൻ പറയും രണ്ടും കൂടെ ഒരുമിച്ച് താളിച്ചാലും രസമാണെന്ന്. അപ്പോൾ എന്നോട് ചോദിക്കുക എങ്ങനെയാണ് താളിക്കൽ എന്നിട്ട്. അപ്പോൾ അതാണ് നമ്മളെ വീഡിയോ ഒന്നും അവർ കാണലുണ്ടാവില്ല. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നിയിട്ട്. അപ്പോൾ അതാ ചെറിയുള്ളിയും വറ്റൽമുളകും നല്ലോണം മൂപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ നമ്മൾ മുരിങ്ങയിലിട്ട് കൊടുത്തിട്ട് വാട്ടിയെടുത്താൽ നമ്മൾ അടിപൊളി മുരിങ്ങത്താളിപ്പ് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ പല വിധത്തിലും പലരും ചിലർ അവൾക്കൊക്കെ ചിലപ്പോൾ ചമ്മന്തി പൊടിച്ചിട്ടിട്ടുള്ള ആ ഒരു റെസിപ്പി അറിയുള്ളൂ കേട്ടോ. ഈ ഒരു സംഭവം ചിലപ്പോൾ അവൾക്ക് അറിയലുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മളെ മുരിങ്ങത്താളിപ്പം ഇവിടെ റെഡിയായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്കിന്ന് ഞായറാഴ്ചയാണ് കുടുംബശ്രീക്ക് പോകണം. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ തിരുമ്പാൻ ഒരുപാടുണ്ട് കേട്ടോ. ആ മെഷീനിലുള്ളതൊക്കെ എടുത്തിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് മെഷീനാണെങ്കിൽ പിന്നെ അതിൽ കിടന്ന എല്ലാ സംഭവങ്ങളും ചെയ്തങ്ങ് തീരും. പക്ഷെ ഇത് അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അത് മനസ്സിലുണ്ട് കുറേ കല്ലുമ്പോൾ തിരുമ്പാണ്ട്. അപ്പോൾ മോളെ ഞാൻ ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ടിട്ട് അപ്പോൾ ഓല് പറഞ്ഞേക്ക് നല്ലോണം തുടച്ച് സ്റ്റിക്കറൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് മോള്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിത് അടുക്കളയൊക്കെ നല്ലോണം ക്ലീൻ ആക്കി അവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് തുടക്കാണ് കേട്ടോ. ഈ അടുക്കള വൃത്തിയാക്കൽ കുറച്ചൊരു ഭാരമുള്ള പണിയാണല്ലേ. അത് നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കുകയും വേണം കേട്ടോ. എന്നെപ്പോലെ വിശ്വാസമുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ അടുക്കളൊക്കെ തുടക്കൽ കഴിഞ്ഞ് പിന്നെ ഞാൻ കുടുംബശ്രീക്കൊക്കെ പോയി വന്ന് ഉടനെ റഷീക്ക കല്യാണത്തിനൊക്കെ പോയി വന്നിട്ട് അപ്പോൾ നമ്മൾ റഷീക്ക അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് വന്നതാണ്. അപ്പോൾ നമുക്കൊന്നും ഇല്ലേനല്ലോ, ഉച്ചക്ക് നാടൻ ഫുഡല്ലേനോ. അപ്പോൾ പൊറോട്ടയും പിന്നെ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് റഷീക്കനെ അടിപൊളി റോസ്റ്റൊക്കെ ഉണ്ടാക്കി ഒക്കെ ടേബിളിൽ കൊണ്ടുവച്ച് നമ്മളെല്ലാവരും കൂടെ കഴിക്കട്ടെ. രാത്രിത്തെ ഫുഡ് ഇതാണ്. അപ്പോൾ ഞാൻ ഉച്ചക്ക് നല്ലോണം ചോറ് അടിച്ച് മറിയിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് തക്കാളി അങ്ങനെ ആക്കിയതും മുരിങ്ങയിൽ. അപ്പോൾ ഒരു പൊറോട്ട മതി എന്ന് പറഞ്ഞ ഒറ്റ പൊറോട്ട അതന്നെ ഫുള്ളും കഴിച്ചില്ല കേട്ടോ, പകുതിയേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഇങ്ങനെയൊക്കെയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.